കഴിഞ്ഞ 4 ദിവസമായിട്ട് 4-5 ദിവസമായി അമേരിക്കയിലെ വൈൽഡ് ഫയർ, അതായത് ലോസ് ഏഞ്ചലസിൽ, നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്ത് ഒരു സ്ഥലത്ത് മാത്രം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത്, ഒരു സ്റ്റേറ്റിൽ മാത്രം അത് ഇമോജിയിട്ട് ആഘോഷിക്കുകയാണ്. വലിയ സെലിബ്രേഷൻ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതായത് കേരളത്തിലെ മാധ്യമങ്ങളെ നിങ്ങൾ നോക്കുക, നിശബ്ദമായിട്ട് നോക്കിയിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ. നിങ്ങൾക്കറിയാം ഇതിൻ്റെ യഥാർത്ഥ എത്ര ഇന്ത്യക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത്? പുതിയ ലേറ്റസ്റ്റ് കണക്ക് വരുന്ന ഏകദേശം 20,000-ത്തിലധികം ഇന്ത്യൻ ഒറിജിൻസ് അവിടെ താമസിക്കുന്നവരെ ബാധിച്ചവർ വീടുകൾ പോയി. എത്ര പേരുടെ മരിച്ചവരുടെ കണക്ക് വന്നിട്ടില്ല. ഏകദേശം 2,000-ത്തിലധികം മലയാളികളെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ കത്തിപ്പോയി, വീടുകൾ കത്തിപ്പോയി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിംഗ് സംഭവമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ, പ്രത്യേകിച്ചൊരു മതവിഭാഗത്തിൽപ്പെട്ടവർ, മുഴുവൻ പേരുടെ അല്ല, പക്ഷേ അവരിത് ആഘോഷിക്കുകയാണ്. ഇത്രയും സംഭവം ഉണ്ടായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം മീഡിയാസ്, അതായത് മലയാള മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും ചാനലായ ഏഷ്യാനെറ്റ് ആണെങ്കിലും തുള്ളിച്ചാടുന്ന ശ്രീകണ്ഠൻ നായരുടെ 24 ആണെങ്കിലും റിപ്പോർട്ടർ എന്ന് പറയുക ഭയങ്കര ജേർണലിസം പറയുന്ന അവരാണെങ്കിലും ഇവരൊന്നും തന്നെ ഈ ആഘോഷങ്ങൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതായത് ഇവരെപ്പോഴും ഹണി റോസും PV അൻവറും രാഹുൽ ഈശ്വർ ഇങ്ങനെ സംഭവങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂ ആണിത്. അതിക്രൂരമായ വിനോദം നടക്കുകയാണ് ഒരു ഭാഗത്ത്. അതേപോലെ അതിനെ അനുകൂലിച്ചുകൊണ്ട് യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ വരിക. അപ്പം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കുക, ആഘോഷിക്കുകയാണ്, ഗാസയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഗാസയിലെ പാലസ്തീൻകാരുടെ കൂടെയാണ് ഞാൻ, നമ്മളെല്ലാം പാലസ്തീൻകാരുടെ കൂടെയാണ്. പക്ഷെ ഒരിക്കലും ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടനയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഹമാസിൻ്റെ അനുകൂലികൾ കേരളത്തിൽ ആഘോഷിക്കുകയാണ്. ഇന്ത്യക്കാർ, മലയാളികൾ, അവർക്കുണ്ടായ ദുരന്തത്തെ ഇവർ ആഘോഷം കൊണ്ടാടുന്നു. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ചൂരൽ മലയിലും ഉണ്ട്, അവിടെ ഈ വയനാടൊക്കെ ഉണ്ടായ സംഭവത്തിൽ ഏകദേശം 1 മാസം നീണ്ട ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തിയവരാണ് തുള്ളിച്ചാട്ടക്കാരായ ശ്രീകണ്ഠൻ നായരും അവിടെ റോഡ് ഷോ നടത്തിയ അരുൺകുമാറും ഈ മനോരമയൊക്കെ ചെയ്തത്. ഇവിടെ നമ്മൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. പ്രതികരിച്ചില്ല എങ്കിൽ ഈ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് കാരണം ഇവിടുത്തെ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അങ്ങ് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ, അവരുടെ ധാരണ ഇത് ഭയങ്കര സംഭവമാണെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത അവനെയാണ് ഇവർ നോക്കുന്നത്. അതായത് പ്രതികരിക്കണം. അപ്പം ചോദിക്കുക, ഏത് രീതിയിൽ പ്രതികരിക്കും? ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതികരിക്കാം. അതാണ് ഈ ഡിജിറ്റൽ ലോകം എന്ന് പറയുന്നത്. ഈ പറയുന്ന മാമൻ മാത്യുവും ഫിലിപ്പ് മാത്യു ഒക്കെ പറയുന്ന മനോരമയും ചാനലും ഒക്കെ നടത്തി വിടുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ആദ്യം ശ്രീകണ്ഠൻ നായരൊക്കെ തുള്ളിച്ചാടി പറയുന്നു, അവർ റേറ്റിങ്ങിൽ മുന്നിലാണ്, അവർ റേറ്റിങ്ങിൽ പറയുവാണെങ്കിലും അൾട്ടിമേറ്റായിട്ട് കിങ് എന്ന് പറയുന്നത് നിങ്ങളിത് വായനക്കാരും ഈ വ്യൂവേഴ്സുമാണ്. ഇത് പണ്ടത്തെ പോലെയല്ല. പണ്ടിതേപോലെ ആളുകൾ ഇതിനെ ബഹിഷ്കരിച്ച് കഴിയുമ്പം മീഡിയ മാനേജ്മെൻറ്റ് പാഠം പഠിച്ചിട്ടുണ്ട്. കാരണം ഒരു ജേർണലിസ്റ്റായിട്ട് ഞാനിത് പറയുന്ന കാര്യം പണ്ട് ഇതുപോലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ ജനറേഷൻ, ഡിജിറ്റൽ മീഡിയ ഈ സന്ദർഭത്തിൽ ഇത് പ്രതികരിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഇവരെ കച്ചവടം പൂട്ടിപ്പോവും. കാരണം ഈ മീഡിയ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തീരുമാനിക്കണം. ആദ്യം ഏകദേശം 1.5-2 മാസം മനോരമയ്ക്ക് ഇത് ഫ്രണ്ട് പേജിൽ ചെയ്യാവുന്ന സ്റ്റോറിയാണ്. അവർ ഇൻ്റർനെറ്റിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ പേടിച്ചു. കാരണം മറ്റേ ആൾക്കാർ, ഈ തീവ്രവാദികൾ എന്ത് പറയും? എന്തുകൊണ്ടാണ് മറ്റുള്ള ചാനൽ ഇതിനെപ്പറ്റി ഒരു ക്യാമ്പയിൻ നടത്താത്ത? തെറ്റാണ് ഈ പറയുന്നത്. കാരണം ഇത്രയും മലയാളികളുണ്ട്, ഇത്രയും ഇന്ത്യക്കാരുണ്ട്, ഇത് മനുഷ്യരാണ്. ഈ പറയുന്നവരൊക്കെ ഈ മലയാളം ചാനലും ഈ മനോരമയുടെ ഇൻ്റർനെറ്റൊക്കെ കാണുന്നവരാണ്. അവരോടാണ് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കണം. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രതികരണം എന്ന് പറഞ്ഞാൽ 1 മാസം 1.5 മാസം മനോരമയുടെ സബ്സ്ക്രിപ്ഷൻ ദൂരെ കളയണം. അവർക്ക് സബ്സ്ക്രിപ്ഷൻ കുറയുമ്പോൾ അതിന് പേടിയാവും. ഇൻ്റർനെറ്റ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് മാറ്റിയേക്കണം. പ്രതിഷേധമാണെന്ന് തന്നെ പറയണം. അതേപോലെ മനോരമയുടെ പത്രം കയ്യിലുണ്ടെങ്കിൽ
അത് കത്തിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടണം, പ്രൊട്ടസ്റ്റ്. അതേപോലെ ശ്രീകണ്ഠൻ നായരുടെ ചാനലും മറ്റുള്ള മലയാളം ചാനലും കുറച്ച് കാലത്തേക്കും കാണരുത്, പറയണത് ഇത് പ്രൊട്ടസ്റ്റാണ്. ഇവർക്ക് അതിൻ്റെ ഡേറ്റ കിട്ടും, യൂട്യൂബായിട്ട് ഡേറ്റ കിട്ടും, സാറ്റലൈറ്റിന് ഡേറ്റ കിട്ടും. കാരണം ഇവരൊക്കെ കൂടുതൽ ഇവരുടെ വ്യൂവർഷിപ്പൊക്കെ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് ഈ അമേരിക്കയിൽ. ഞാൻ ഈ അമേരിക്കൻ സിറ്റിയിലൊക്കെ പോയി ട്രാവൽ ചെയ്തതാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അതേപോലെ മലയാളികളെ അവരുടെ കേരളത്തിൽ താമസിക്കുന്ന നിങ്ങളുടെയൊക്കെ ബന്ധുക്കൾ, മക്കളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലവും അവിടെ ജീവിക്കുന്ന രാജ്യവുമാണ്. നിങ്ങളും ഇത് പ്രതികരിക്കണം. കാരണം ഇത് വെറുതെ വിടുന്ന സംഭവമല്ല. ഒരു പ്രത്യേക തീവ്രവാദ മതവിഭാഗത്തിന് അനുകൂലമായിട്ട് ഇവിടുത്തെ മീഡിയ മാറുന്നു, മെയിൻ സ്ട്രീം മീഡിയ മാറുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് ചലനമില്ല, അവൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കാൻ, നാഷണൽ മീഡിയ ആണെങ്കിലും മറ്റുള്ള മീഡിയ ആണെങ്കിലും അതിശക്തമായ രീതിയിലാണ് ഇതിനകത്ത് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത്. കാരണം ഇത് ഇത്രയും ഇന്ത്യക്കാർക്ക് എഫക്റ്റഡാ, ഇത്രയും മലയാളികൾക്ക് എഫക്റ്റഡ്, ഇന്ത്യക്കാർക്ക് എഫക്റ്റഡ്. എന്നിട്ട് ഇവിടെ ആഘോഷിക്കുന്ന അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല ഇവിടുത്തെ മീഡിയ. സോ വി ഹാവ് ടു പ്രൊട്ടസ്റ്റ്. നമ്മളിത് അജിറ്റേറ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. നമ്മളിത് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ പാഠം പഠിക്കും. കാരണം വ്യക്തമായിട്ടങ്ങ് ഈ പറയുന്ന ചാനൽ സ്വിച്ച് ഓഫ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. അപ്പോഴേ നിങ്ങൾക്കറിയാം ഇത് താഴെ പോയെന്ന്. ഉറപ്പായിട്ട് ഇവൻ പുറകെ നടക്കും, ഇവനപ്പം പ്രതികരിക്കും, ഇവൻ ക്യാമ്പയിൻ ചെയ്യും. ഇവിടെയൊക്കെ ചില ചാനലിൻ്റെയൊക്കെ സ്ലോഗനും നിർഭയം, നിരന്തരം, മണ്ണാങ്കട്ട, ഇവരൊക്കെ പേടിയുക ബേസിക്കലി. അത്ര ഭയന്നാണ്. കാരണം എന്താ ഭയക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? അപ്പുറത്ത് വലിയൊരു മതഭീകര ഗ്യാങ് ഉണ്ട്. അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് പ്രബുദ്ധ കേരളം എന്നാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ് മീഡിയയും മീഡിയയും ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴിത് പ്രതികരിച്ചില്ല എങ്കിൽ ഇപ്പം ഇനി വരാവുന്ന സമയത്ത് എപ്പോഴാണ് ഇത് പ്രതികരിക്കുന്നത്? അപ്പം ഇവരെ പാഠം പഠിപ്പിക്കണം. ഓരോ മലയാളിയും തുരിഞ്ഞങ്ങ് ഇറങ്ങിയാൽ മതി, ഇവൻ പാഠം പഠിക്കും. കാരണം കസ്റ്റമർ തന്നെയാണ്, കൺസ്യൂമർ തന്നെയാണ് കിങ്. ഇവനെൻ്റെ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന ഈ പ്ലാറ്റ്ഫോം കുറച്ച് കാലത്തേക്ക് വേണ്ട, ഇത് കംപ്ലീറ്റ് നിർത്താനല്ല ഞാൻ പറയുന്നത്. അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും ഈ സംഭവം അങ്ങ് മാറി. അവരെന്തുവാ അവിടെ ശ്രീകണ്ഠൻ നായരുടെ 7 മണി 11 മണി ഒരു ഷോ, അത് കഴിഞ്ഞ് 3-4 ദിവസം നടത്തിയല്ലോ, ഒരു വാക്ക് അയാൾ മിണ്ടിയോ? ഇതൊരു ക്യാമ്പയിൻ ചെയ്യേണ്ട സംഭവമാണ്. അതായത് ഒരു വിഭാഗം ഒരു മലയാളികൾക്കെതിരെ അങ്ങ് തിരിയും, ഇന്ത്യക്കാർക്കെതിരെ തിരിയുന്നു, ഒരു രാജ്യത്തിനെതിരെ തിരിയുന്നു. അവരുടെ താല്പര്യം എന്തുവാ? മത തീവ്രവാദികൾ, ഹമാസ്. ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ വിഷയമാണോ ഹണി റോസും ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരും ഈ പറയുന്ന സംഭവങ്ങൾ, PV അൻവറും? ഇത് ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇടപെടാൻ ഇവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഇവരെ ഇഗ്നോർ ചെയ്യാൻ തയ്യാറാകണം. പുതിയ മീഡിയ വരട്ടെ, അവർ പാഠം പഠിച്ച് വരട്ടെ. ഇവന്മാരെ തള്ളി ദൂരെ കളയണം. അതോടുകൂടി ഇവന്മാർ പാഠം പിടിക്കും. അതായത് വെടിയങ്ങ് തീർത്ത് കൈ കൊടുക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത്.